ജനകീയ കൂട്ടായ്മയുടെ വിജയത്തിന്റെ വിളംബരമായി തിരൂർ മംഗലത്ത് കരിമീൻ കൃഷി വിളവെടുപ്പ്. പിടയ്ക്കുന്ന കരിമീൻ വാങ്ങാൻ ആളുകൾ ഒഴുകിയെത്തിയതോടെ മംഗലം തിരുത്തുമലിലെ വിളവെടുപ്പ് നാടിനും നാട്ടുകാർക്കും ഉത്സവമായി. വിളവെടുപ്പ് ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ തിരൂർ പൊന്നാനിപ്പുഴയുടെ കൈത്തോടായ കുറുകത്തോടിൽ 45 കുടുംബങ്ങൾ ചേർന്നാണ് കരിമീൻ കൃഷി ഇറക്കിയത്. 3 ഹെക്ടറിൽ 30,000 കരിമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചായിരുന്നു കൃഷി. ബഹുമാനപ്പെട്ട മന്ത്രി അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി മഹനീയമായ ഉദ്ഘാടനമാണ് നിർവഹിക്കുകയാണ്. തരിശായി കിടക്കുന്ന പൊതുജലാശയങ്ങൾ ഉപയോഗപ്പെടുത്തി മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തോട്ടിൽ കരിമീൻ കൃഷി ആരംഭിച്ചത്. ഇതിലൂടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മത്സ്യകൃഷി കൂട്ടായ്മയാണ് മംഗലത്ത് പിറന്നത്. കുറുകത്തോടിന്റെ മത്സ്യകൃഷി സാധ്യത അധികൃതർ തിരിച്ചറിയുകയും അത് നാട് ഏറ്റെടുക്കുകയും ചെയ്തതോടെ പദ്ധതി വൻ വിജയമായി മാറുകയായിരുന്നു. മത്സ്യം വാങ്ങാനും കാണാനും ആളുകൾ ഒഴുകിയെത്തിയതോടെ വിളവെടുപ്പ് നാടിന് നവ്യാനുഭവവുമായി. പ്രധാനമായും കരിമീനും ചെമ്പല്ലിയുമാണ് ഇവിടെ വളർത്തിയത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് പരിപാലിക്കാനും അതിനുശേഷം അതിൻ്റെ വിളവെടുപ്പ് നടത്താനും സാധിച്ചു എന്നുള്ളത് ഈ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. 70 വയസ്സുകാരൻ മുതൽ മംഗലത്തെ കൂട്ടായ്മയിൽ അംഗമാണ്. തോട്ടിൽ പ്രത്യേക കൂട് സ്ഥാപിച്ച് അതിലാണ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. 6 മാസമായി ഊണുമുറക്കവുമില്ലാതെ നടത്തിയ മത്സ്യകൃഷി വൻ വിജയമായതിന്റെ ആഹ്ലാദത്തിലാണ് കർഷകർ. ഈ ചാനൽ ന്യൂസ് തിരൂർ. +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബിവോക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. NIPMS അക്കാഡമി, നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി. ഫോർ അഡ്മിഷൻ 9957 08048.